ഒരു നാടിൻ്റെ നെടുന്തൂണായി ഒന്നുമല്ലാത്ത ഒരു നാട്ടിലേക്ക് ഏതോ നാട്ടിൽ നിന്നും കുടിയേറി പാർത്തു. ആ നാട്ടിൽ പള്ളിയുണ്ടാക്കി, ആ നാട്ടിൽ മദ്രസയുണ്ടാക്കി, ആ നാട്ടിൽ വലിയൊരു സ്ഥാപനം ഉണ്ടാക്കി, ആ നാട്ടിൽ പള്ളിയിലേക്ക് നടന്നു നീങ്ങുന്ന നൂറുകണക്കിന് മുതഅല്ലിമീങ്ങളെ വാർത്തെടുത്തു. ഒരു നാട് മൊത്തം ഏത് ദിശയിലേക്ക് പോകണം എന്നറിയാത്ത ഒരു ജനതയെ രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ പള്ളിയിലേക്ക് വരുന്ന നൂറുകണക്കിന് മുതഅല്ലിമീങ്ങൾ ഉള്ള ഒരു നാടാക്കി മാറ്റി. പ്രിയപ്പെട്ട ഉപ്പ നമ്മളിൽ നിന്നും വിട പറഞ്ഞുപോയി. വല്ലാത്ത മനോഹരമായ ഒരു രംഗമായിരുന്നു ഹോസ്പിറ്റലിൽ, ഇഖ്റ ഹോസ്പിറ്റലിൽ നടന്നത്. ഞങ്ങളെല്ലാവരും ഞായറാഴ്ച ദിവസം വൈകിട്ട് എൻ്റെ പെങ്ങളോട്, രണ്ടാമത്തെ പെങ്ങളോട് ഉപ്പ പറഞ്ഞു പോലും, മോളെ ഇനി എന്നെ കൊണ്ട് വേദന സഹിക്കാൻ കഴിയില്ല, ഞാൻ ഇന്ന് പോവുകയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ മർക്കസിലാണുള്ളത്. ആ സമയത്ത് പെങ്ങൾ എന്നെ വിളിച്ചു. ഉപ്പ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നുണ്ട്, എന്നോടിങ്ങനെ ഞാൻ ഇന്ന് പോകുന്നും പറയുന്നുണ്ട്. സ്പോട്ടിൽ ഞാൻ ഫോൺ കട്ടാക്കി. അപ്പോഴേക്ക് ജ്യേഷ്ഠനും അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, അവൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് അവനും പുറപ്പെട്ടു. ഞാൻ മർക്കസിൽ നിന്ന് ഞാനും പുറപ്പെട്ടു. അങ്ങനെ ഉപ്പയുടെ അടുത്തെത്തി. അൽഹംദുലില്ലാ, ഉപ്പൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ ഉപ്പനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞേ, ഇന്നലത്തേക്കാടും വളരെ ഉഷാറാണല്ലോ, ഇന്ന് ഒരു പ്രയാസമില്ലല്ലോ, നല്ല ഉഷാറായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉപ്പ ഒന്നും മിണ്ടിയില്ല. എന്നെങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നു, ഞാൻ അങ്ങോട്ടും നോക്കി നിന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ജ്യേഷ്ഠനും എത്തി. മഗ്രിബ് നിസ്കാര ശേഷം ഞങ്ങളെല്ലാവരും ഇരുന്ന് മരുന്നൊക്കെ കൊടുത്തു, പക്ഷെ കുടിക്കുന്നില്ല. സംസം കൊടുത്തു, ചുണ്ടുമ്മൽ വെച്ചു കൊടുത്തപ്പോഴും ഉപ്പ ഭയങ്കര വേദന പറഞ്ഞു, തട്ടി മാറ്റാൻ ശ്രമിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മരുന്ന് കൊടുക്കാനുണ്ട്, ഈ മരുന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് കാലം ഇനിയും നല്ല ദർസ് നടത്താന്ന് പറഞ്ഞപ്പോൾ ആ മരുന്ന് എഴുന്നേറ്റിരുന്ന് കുടിച്ചു. അത് കുടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് സമയമായല്ലോ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഇന്ന് നീ ഇവിടെ നിന്നോ, ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ തലയെക്കെട്ട് കെട്ടൽ തുടങ്ങി. അങ്ങനെ തലയെക്കെട്ട് കെട്ടിക്കഴിഞ്ഞു. ആ സമയത്ത് പോവാൻ നിൽക്കുന്ന എനിക്ക് എന്തോ ഒരു തോന്നൽ, ഉപ്പൻ്റെ അടുത്ത് നിന്ന് കുറച്ച് എന്തെങ്കിലും ചെല്ലാലോ, ഇന്നൊന്നും ചെല്ലിയിട്ടില്ലല്ലോ. അങ്ങനെ ജ്യേഷ്ഠനോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് മൊഹീദ്ദീൻ മാല ചെല്ലാൻ തീരുമാനിച്ചു. മൊഹീദ്ദീൻ മാല പകുതിയോളം ഞാൻ ചെല്ലിയപ്പോൾ അതിന്റെ ട്യൂണ് കേട്ടിട്ടോ ഇനി അതല്ല എന്താണെന്നറിയില്ല, ജ്യേഷ്ഠനും പെങ്ങന്മാരും എല്ലാവരും ചുറ്റും കൂടി ഞങ്ങളത് ഫുള്ള് ചെല്ലി തീർത്തു. ഫുള്ള് ചെല്ലി തീർത്ത സമയത്ത് ഉപ്പ പിന്നെ കൈകൊണ്ട് ആക്ഷൻ ഇങ്ങനെ കാണിച്ചു, വീണ്ടും ചെല്ലാൻ കാണിച്ചു. ആ സമയത്ത് ഞങ്ങള് മങ്കൂസ് മൗലിദ് ഓതി. അതും തീർത്തതിന് ശേഷം ഉപ്പ വീണ്ടും കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ആ സമയത്ത് ഞങ്ങൾ സിയംവലുള്ളാന്റെ പേരിൽ മൗലിദ് ഓതി. അങ്ങനെ തവസ്സുൽ ബൈത്തൊക്കെ എൻ്റെ ഫോണിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് സെൻഡ് ചെയ്യിപ്പിച്ചു. ആ ഫോണിൽ നോക്കി നിരന്തരം ചൊല്ലിയിരുന്നു. അങ്ങനെ ഒരുപാട് ചൊല്ലിക്കഴിഞ്ഞു. ആ സമയത്താണ് ഉപ്പക്ക് ശ്വാസം മുട്ടൽ വന്നത്. ശ്വാസം മുട്ടി തുടങ്ങിയപ്പോൾ ഇത്രയും കാലമായിട്ട് ഞാൻ എൻ്റെ ഉപ്പ ശ്വാസം മുട്ടി കിടക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ആദ്യമായിട്ട് ആ ഒരു ശ്വാസം മുട്ടൽ വന്നു. ആ സമയത്ത് ഡോക്ടർമാർ അറിയിച്ചു, അവർ വന്നു, ഓക്സിജൻ കൊടുക്കൽ തുടങ്ങി. അവർ പറഞ്ഞു ഓക്സിജൻ കൊടുക്കൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ സമ്മതം കൊടുത്തു. അതോടുകൂടി ഞാൻ എൻ്റെ ബാച്ച് സഖാഫി ബാച്ചിലൊക്കെ എഴുതി വിട്ടു, വോയിസ് വിട്ടു. ഉപ്പക്ക് കുറച്ച് സീരിയസ് ആണ്, എല്ലാവരും ദ്വാരക്കണം. അപ്പൊ എൻ്റെ സക്കാഫി കൂട്ടുകാരെല്ലാവരും നാരിസലാത്ത് ചെല്ലൽ തുടങ്ങി. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ നെടുന്തൂണും ഞങ്ങളുടെ എല്ലാമായ ഷംസുദ്ദീൻ സയ്യിദി ഉസ്താദും നമ്മുടെ പ്രിൻസിപ്പൾ കൂടിയായ ബഹുമാനപ്പെട്ട റാഫി ഹസനി ഉസ്താദും രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് ഉടൻ തന്നെ എത്തി. കൂടെ ഷഹീർ സക്കാഫി ഉണ്ടായിരുന്നു. അങ്ങനെ അവരെത്തി. അതോടുകൂടെ ഉപ്പയുടെ അനിയനും എല്ലാവരും എത്തി. ആ സമയത്താണ് ഞങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബുറുദ ചെല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ബുറുദ ചെല്ലൽ തുടങ്ങി. രാത്രി 2 മണി 3 മണി വരെ ബുറുദ ചെല്ലി. ബുറുദ വല്ലാതെ ചെല്ലി. ഉപ്പ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയമാണ്, ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ 3 മണിയായപ്പോ ഉപ്പ നല്ല ശ്വാസം വലിക്കുന്നുണ്ട്, നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഉപ്പയുടെ അനിയനും മക്കളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ തീരുമാനിച്ചു. ആ സമയത്താണ് റാഫി ഉസ്താദും സയ്യിദി ഉസ്താദും പറയുന്നത്, മഹാന്മാരുടെയൊക്കെ സമയം എന്ന് പറഞ്ഞാൽ സുബ്ഹിയോട് അടുത്ത സമയമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി സമയമുണ്ട്, 3/4 മണിക്കൂർ ബാക്കിയുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെല്ലാന്ന് വിചാരിച്ചു. അങ്ങനെ അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മൗലിദുകൾ ചെല്ലി. അങ്ങനെ അവസാനം യാസീൻ ഓതാൻ തീരുമാനിച്ചു. ആ യാസീൻ ഓതാൻ തീരുമാനിച്ച സമയത്ത് യാസീൻ ഓതി വഇലൈഹി തുർജഊൻ എത്തുന്ന ഒരു സമയത്ത്, സുബ്ഹിയോടടുത്ത സമയത്ത്, റിഫായി ഷെയ്ഖിന്റെ ആണ്ട് ദിവസത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണപ്പെട്ട ഈ ലോകത്തോട് വിട പറഞ്ഞ സുന്ദരമായ സുബ്ഹിയോടടുത്ത സമയത്ത് ആരെയും ഒന്നും
ബുദ്ധിമുട്ടാക്കാതെ, ഒരു ശബ്ദ കോലാഹലങ്ങളില്ലാതെ, ഒരു പിടച്ചിലില്ലാതെ വളരെ മനോഹരമായി പ്രിയപ്പെട്ട ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു. അത്രക്ക് നല്ലൊരു ഹോസ്പിറ്റൽ അല്ലായിരുന്നു അത് നല്ലൊരു മജ്ലിസായിരുന്നു. പെങ്ങന്മാര് കൂടെയുണ്ട്. 5 പെങ്ങന്മാരിൽ 4 പേരും കൂടെയുണ്ട്. ഒരു പെങ്ങൾ വിദേശത്തായിരുന്നു. അവള് ടിക്കറ്റ് എടുത്തത് ആ ദിവസമായിരുന്നു. പക്ഷെ അവൾക്കന്ന് മയ്യത്ത് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല, കുറച്ച് വൈകിപ്പോയി. ഏതായാലും കൂടെ ഉപ്പന്റെ അനിയനുണ്ട്, അതേപോലെ തന്നെ എളാപ്പയുണ്ട്, എല്ലാവരും ഉണ്ട്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മഹല്ല് സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട താര അബ്ദുറഹ്മാൻ ഹാജി, ഉപ്പയുടെ എല്ലാ രഹസ്യങ്ങളും ഉപ്പ ഷെയർ ചെയ്യുന്ന ആളാണ്. മഹലിന്റെ എല്ലാ കാര്യങ്ങളും പറയുന്ന ആളാണ്. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അവരൊക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, വളരെ സുന്ദരമായി ഉപ്പ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇനി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ നാട്ടിലേക്ക് എന്ത് തന്നെയായാലും എന്നോട് ഉപ്പ എപ്പോഴും പറയാറുണ്ട്, നീ എൻ്റെ പേരിലല്ല അറിയപ്പെടേണ്ടത്, നീ നിനക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കണം. പലപ്പോഴും എന്നോട് പലരും, എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ പരിചയപ്പെടുത്തും, കട്ടിപ്പാറ ഉസ്താദിന്റെ മകനാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, ഉപ്പ പറയാറുണ്ട്, അങ്ങനെ പരിചയപ്പെടുത്താൻ പാടില്ല. നിനക്കെന്തെങ്കിലും ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി ആ ഐഡന്റിറ്റി നീ അറിയപ്പെടണം എന്നാഗ്രഹിച്ചിരുന്ന പ്രിയപ്പെട്ട ഉപ്പ. എങ്ങനെ ഉപ്പയെ സ്മരിക്കണം എന്ന് എനിക്കൊരു പിടുത്തവുമില്ല. ഒരൊറ്റ ഒരു കഥയും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഉപ്പയുടെ ആ ഒരു കണിശത, ഞാൻ മർക്കസിൽ പഠിക്കുന്ന സമയത്ത്, സക്കാഫിയായി പഠിക്കുന്ന സമയത്ത്, സക്കാഫിയാൻ ഒരു വർഷം കൂടിയേ ഉള്ളൂ. ആ സമയത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ മോട്ടറാക്കി, കൂട്ടുകാരൊക്കെ എന്നെ പിരികേറ്റി. കാരണം ഉപ്പന്റെ വിഷയത്തിൽ കുറച്ച് സ്ട്രോങ് ആണ്. ഉപ്പന്റെ വിഷയത്തിൽ എന്തെങ്കിലും ചോദ്യം ഉപ്പ പറഞ്ഞു തരുമോ എന്നൊന്ന് ചോദിച്ചു നോക്കുന്നു. ഉപ്പനോട് പോയിട്ട് ഈ ചോദിച്ചാൽ ഉപ്പ എന്തായാലും പറഞ്ഞുതരും. നമുക്ക് ഏതെങ്കിലും 1-2 ഭാഗം, ഏത് കിതാബിന്റെ ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വരിക എന്നൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഉപ്പന്റെ റൂമിൽ പോയി, ഞാൻ ഭക്ഷണം കഴിക്കാൻ ഉപ്പന്റെ കൂടെ ഇരുന്നു. സാധാരണ ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുന്നതാണ്. പക്ഷെ ഉപ്പന്റെ കൂടെ ഇരുന്നപ്പോൾ ഉപ്പക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്തോ പന്തികളുണ്ട്. ഏതായാലും ഉപ്പ എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, മറ്റന്നാൾ നിങ്ങളെ വിഷയത്തിന്റെ പരീക്ഷയാണ്, അപ്പോൾ നിങ്ങൾ ചോദ്യമൊന്നും പറഞ്ഞു തരണ്ട, പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ വരുന്ന ഏത് ബാബ് എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ പറ്റുമോ എന്ന് ഞാൻ അറിയാതെ ചോദിച്ചു. ഉപ്പന്റെ മുഖം മാറി, മുഖാകെ മാറി. എന്നോട് പറഞ്ഞു, എന്നെ പറഞ്ഞയച്ച ആളുകളോട് ഈ പോയി പറയും, ഞാനിവിടെ നിയമം ഉണ്ടാക്കുന്ന ആളാണ്, നിയമം തെറ്റിക്കുന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് ചോറ് വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങി പോടും എന്ന് പറഞ്ഞു. അത്രക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും, എന്തൊരു നിയമങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ആ നിയമങ്ങൾ കണിശമായിട്ട് പറയുന്ന, ദൃഢനിശ്ചയത്തോടു കൂടി സമൂഹത്തിന്റെ മുന്നിൽ വിശദീകരിച്ചു കൊടുക്കുന്ന, ആര് മസ്ലഹത്തിന് വന്നാലും എത്ര വലിയ പ്രശ്നങ്ങളുമായിട്ട് വന്നാലും പുഷ്പം പോലെ പരിഹരിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, എന്തിനും ഏതിനും നാട്ടുകാർക്ക് ധൈര്യത്തോടുകൂടെ, കട്ടിപ്പാറ ഉസ്താദിന്റെ നാട്ടിലാന്ന് പറയുമ്പോൾ ഒരു ഇസ്സത്ത്, അതെല്ലാം ഞങ്ങൾക്ക് ഇനിയും തുടർന്ന് കിട്ടണം. ഞാൻ മെനയാന്ന് വല്ലാതെ കരഞ്ഞു പ്രസംഗിച്ചതാണ്. ഇന്ന് ഞാൻ ഇത്രയും നേരം ഞാൻ നീയത്ത് വെച്ചത് കരയൂല 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 എന്ന് പറഞ്ഞിട്ടാണ്. അൽഹംദുലില്ലാ, ഒരുപാട് പറയാനുണ്ട്. ഈ അവസാന സമയത്ത് ഉപ്പ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ചോദിക്കും, ആദ്യം ഉപ്പ ചോദിക്കും സമയത്ര എന്ന് ചോദിക്കും. സമയം പറഞ്ഞു കൊടുത്താൽ ഉപ്പ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുമായിരുന്നു. ആ സമയത്ത് ജ്യേഷ്ഠൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, ഒതു എടുക്കാണോ ചോദിക്കുമ്പം അതെ ഒതു എടുക്കാണെന്ന് പറയായിരുന്നു. അത്രയ്ക്ക് എല്ലാ കാര്യത്തിലും വളരെ കണിശമായി, എല്ലാ വിഷയത്തിലും ഒരു നീയത്തുള്ള പ്രിയപ്പെട്ട ഉപ്പ, എല്ലാവർക്കും സമാധാനം കൊടുക്കുന്ന ഉപ്പ. ആ ഉപ്പ ഇവിടെ നാട്ടിലുണ്ടാക്കിയെടുത്ത ഒരു ഇസ്സത്ത്, ഒരു പേര്, ആ പേര് നിലനിർത്തി കൊണ്ടുപോകാൻ ഒരിക്കലും ഞാൻ അർഹനല്ല.